നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയേ ഞാൻ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കിടത്തെ. അയ്യോ, ഞാൻ ലീവ് ഒരു നിക്കാഹിന് പോകാണ്ട്. ആ വെള്ളം കൊണ്ട് തന്നെ നീ നിക്കാഹിന് പോയാൽ മതി. അല്ല, ഷർട്ട് നല്ല ഞാൻ കൊടുത്തരാം. വിളിച്ചു നമ്മളോണ്ട് സ്വാമി സൂക്ഷിച്ചിറങ്ങണം, വഴുക്കലുണ്ട്. മുന്നറിയിപ്പ് തന്നതിന് നന്ദിയുണ്ട് ശിവസ്വാമി. തറവാട്ടിൽ ഈ ജലാശയത്തെ പറ്റി സീതാലക്ഷ്മി വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഈ കുളത്തിനെ പറ്റി മാത്രമേ അവള് പറഞ്ഞുള്ളൂ. ഈ വീട്ടുകാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. വീട്ടുകാരെ പറ്റി പറഞ്ഞു, അത് പിന്നീട് പറയാം. തറവാടിനൊക്കെ പ്രായമുണ്ടല്ലോ ഈ കുളത്തിന്. അപ്പൊ കുളം കുഴിച്ചതിന് ശേഷമായിരിക്കും തറവാട് പണിതിരിക്കുന്നത്, അല്ലയോ? എന്ത് കറക്റ്റാ. ഇവിടുത്തെ ഞങ്ങളുടെ പഴയ കാരണവര് മഹാകച്ചറായിരുന്നു. പുള്ളി തറവാട് കുളം തൊട്ടിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് വന്ന കാരണവര് അടിപൊളിയായിരുന്നു, പുള്ളി തറവാട് ഉണ്ടാക്കി. ഉത്തമ, നീയും കൂടി ഇനി ചരിത്രം വിളമ്പാൻ നിൽക്കണ്ട. അതിന് ചരിത്രം എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ അവന് വിശദീകരിക്കാന്. അല്ല സ്വാമിമാരെ, നിങ്ങൾ ഈ ആശ്രമത്തിന് സ്ഥലം അന്വേഷിക്കാൻ വന്നിട്ട് ഈ കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങണെന്താ? എന്റെ പങ്കു, അതെ, അവര് കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങോ കറങ്ങാണ്ടിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ആത്മീയതയെ കുറിച്ച് നീ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ടാ. അമ്മാവാ, ഈ ആത്മീയതയും രാഷ്ട്രീയവും ഒരിക്കലും ചേരൂല. എല്ലാവരും ഒന്ന് കുറച്ചു നേരം മിണ്ടായിരിക്കാവും. ഇത് ഞാൻ അങ്ങോട്ട് പറയായിരുന്നേ. ഒന്നും മിണ്ടായിരിക്കില്ല. നീ ഒന്ന് വായടക്കുന്നേ ആദ്യം. എന്താ സ്വാമി, വരാലിനെ കണ്ട? മിണ്ടാണ്ടിരിക്കണം. എന്താ സ്വാമി, കുഴപ്പം വല്ലതും ഉണ്ടോ? വരാലിനല്ല, വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. സവിശേഷമായ സ്ഥാനത്താണ് ഈ കുളം പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുളത്തിലെ വെള്ളത്തിനും ഒരു ദിവ്യത്വമുണ്ട്. ഈ നാറിയ വെള്ളത്തിനാ. മിണ്ടാണ്ടിരിക്കും. അതെ, നാറിയ വെള്ളം നിനക്ക്. അവര് സന്യാസിമാരാ, അവർക്ക് ദിവ്യദൃഷ്ടിയുണ്ട്, അവർക്ക് പലതും കാണാൻ പറ്റും. ഇതിന് ദിവ്യദൃഷ്ടി എന്നല്ല പറഞ്ഞ, മൂക്കടപ്പുന്ന മണം കിട്ടുണ്ടാവൂല. എന്റെ ദൈവമേ, ഒന്നും മിണ്ടാണ്ടിരിക്കണോ നീ ഒന്ന്. അല്ല സ്വാമി, ഈ കുളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കുളം നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ? അതല്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ ടാങ്കറിൽ അടിച്ച് ആശ്രമത്തിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? എന്തിന്? ആശ്രമം തന്നെ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് എന്തിനീ കുളം അങ്ങോട്ട് കൊണ്ടുപോകണം? അപ്പൊ കുളത്തിന്റെ കാര്യം ഒരു തീരുമാനമായടാ. അതെ അതെ അതെ. അല്ല സ്വാമി, നിങ്ങൾ ഈ ആശ്രമത്തിൽ കഴിയുന്ന ആളുകൾക്ക് കുളം എന്തിനാ? മീൻ വളർത്താനുള്ള പരിപാടി ഉണ്ടോ? മീൻ വളർത്താനാണെങ്കിൽ ഫിലോപ്പിൻ ഇട്ടാൽ മതി, ഗിഫ്റ്റ് ഫിലോപ്പി. അതാകുമ്പോ നഷ്ടം വരില്ല. അതെ. എടോ, മീൻ വളർത്താനൊന്നും അല്ലടോ, പിന്നെ ചെമ്മീനാ. എടോ, ആശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുളത്തിലായിരിക്കും സ്വാമിനി നാഗചൈതന്യയുടെ നീരാട്ട്. ചൊറിഞ്ഞു നാശാവട്ടാ. ആശ്രമം തുടങ്ങി കഴിയുമ്പോൾ ഈ കുളത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരിക്കും. ഈ പുള്ളി എന്ത് പൊട്ടൻ സ്വാമിയാണ്. ഒഴുക്കൊക്കെ പുഴയിലല്ലേ, ഇത് കല്ല് കെട്ടി കുളം, ഇവിടെ ഒഴുക്കുണ്ടാവൂല. ഇയാള് വന്നപ്പോലും ഇവിടെ തുടങ്ങിയാണ് ഒരുമാതിരി ചൊറിച്ചില്. അയ്യോ, അത് കാര്യമാക്കണ്ട സ്വാമി, ഇവനെ ജന്മന എങ്ങനെയാ പൊട്ടനാ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, പർണശാല പണിയുന്ന സ്ഥലം ഒന്ന് പോയി നോക്കാം. എന്നാ വരെ. സൂക്ഷിച്ച്. തിരിഞ്ഞുപോയി. അതെ, നിങ്ങൾ വന്നില്ലേ പർണശാല പണിയുടെ സ്ഥലം കാണാൻ? അയ്യോ ഉത്തമസ്വാമി, ചെന്നാട്ടെ, ഞങ്ങൾക്ക് ഈ പ്രഹസനം കാണാൻ. അതെ അതെ. അല്ല, ഈ പർണശാല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായ തോന്നിയത് പറയുമ്പോ സ്വാമിമാര് കർണപട അടിച്ചു പൊളിക്കും. അപ്പൊ കൊണ്ടേ കിടത്താനുള്ള സ്ഥലമാണ് പർണശാല. ആശുപത്രി അങ്ങനെ പറയണ്ട, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാ വങ്കി കാണുന്നത്? എന്താ നടക്കണേന്ന് നോക്കാലോ. നമുക്കൊന്ന് പോവാം.
ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാനുള്ളത്, അല്ലാതെ ഇത് നാളത്തേക്കല്ല. ഒന്ന് കയ്യണങ്ങി വല്ലതും ചെയ്യേ. ഞങ്ങളിവിടെ കൈ അനങ്ങിയാ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ ഇങ്ങനെ അപ്പ ചെയ്യേ. ഞാൻ ചെയ്തിട്ട് നീയൊക്കെ എത്തുന്നത് തന്നെ. ആണോ ഇത് ചെയ്യാനും വയ്യ, എന്താ വകുപ്പിക്കല്ലോ. അയ്യോ, അതിന് വേദനിക്കും. ഇപ്പൊ അതൊക്കെ ചുരണ്ട് പെട്ടെന്ന് നടറി, അവർക്ക് ചോറ് കൊടുക്കാനുള്ളതാ. അപ്പച്ചി അതല്ലേ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ. അത് മനസ്സിലായി. ഇങ്ങനെ പിന്നെ വൃത്തിക്ക് ചെയ്യണ്ടേ. ഇവരെ കൂടെ ഒന്നും പറയിപ്പിക്കുന്നു കേട്ടോളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെച്ചേ അങ്ങോട്ട് കൊടുക്ക്, ചുരണ്ടിക്കൊണ്ടിരിക്കണം. നീ നിന്റെ തള്ളയോട് പറഞ്ഞേക്കണം മര്യാദക്ക് ഇരുന്നോളാൻ കേട്ടോ. നിന്റെ അമ്മായിയോട് പറഞ്ഞേക്കണം മര്യാദക്ക് ഇരുന്നോളാൻ. ചുമ്മാരി നീ ഓടിയെടുത്തു. ഇച്ചിരി തേങ്ങ ചുരണ്ടാവോ? ഞാൻ അങ്ങോട്ടൊന്നും നിന്നെ എടുത്തിട്ട് കയറണു ഉള്ള കാര്യം പറഞ്ഞേക്കാം. ചുമ്മാരി രസമല്ലേ. ഈ വഴുതനങ്ങ സാമ്പാറിനാണോ അവിയലിനാണോ? അതൊരു സ്കെയിൽ എടുത്ത് വെച്ച് അളവ് മുറുക്കി. അല്ല ഞാൻ മുറിക്കുന്ന ചോദിച്ചില്ല, സാമ്പാറിനാണോ അവിയലിനാണോ? അത് അവളോട് ചോദിക്കും. സാമ്പാർക്ക്. സാമ്പാർക്ക് പെട്ടാതിരിക്കും. അവിടെ മാങ്ങ വരെ തെറിച്ചു പോയി പേടിച്ചിട്ട്. നീ എങ്ങനെ സഹിക്കുവീന്? അച്ചാറുണ്ടാക്കാനാണോ? നിങ്ങളിത് എന്ത് ചെയ്യുവാ? ഞങ്ങളുടെ സദ്യ ഉണ്ടാക്കുക. സത്യം ഉണ്ടാക്കുന്നോ? നിങ്ങൾ ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാ? അതെ, ഇവിടെ വന്നവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് രാധാലക്ഷ്മി പറഞ്ഞു. പാർട്ടി ഓഫീസിലെങ്ങാനും ഇത് അറിഞ്ഞുണ്ടല്ലോ, ഞാനും പങ്കജാക്ഷൻ ജില്ലാ കമ്മിറ്റിയിൽ വിശദീകരണം കൊടുക്കേണ്ടി വരും. അയ്യോ, ഇവിടുത്തെ അടുപ്പിനകത്ത് ഇച്ചിരി ചോറുണ്ടാക്കുന്നതിന് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ എന്തിനാ ഈ വിശദീകരണം കൊടുക്കുന്നേ? അല്ലേ കുറച്ച് ചോറും കറിയല്ലേ ഉണ്ടാക്കിയുള്ളൂ, അല്ലാതെ ബോംബൊന്നും അല്ലല്ലോ. അതെ, ആൾദൈവങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ ഭർത്താവിന്റെ തറവാട്ടിൽ ഇങ്ങനെയുള്ളവർക്ക് സദ്യ ഒരുക്കിന്നറിഞ്ഞ അയ്യോ, വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അതൊരു മര്യാദയല്ലേ? അതെ, നമ്മുടെ തറവാട് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് അവരോട് ഈ മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മായിക്ക് അങ്ങനെ പറയാം. അമ്മായിയെ ഇവിടെ അധികം ഉണ്ടാവാറില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാ കുഞ്ഞമ്മയോട് ഞങ്ങളെ സമാധാനം പറയണ്ടേ? ഈ വന്നവർക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുന്നത് ഇത്ര വലിയ പ്രശ്നമാ? എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എന്തിനാണ് ആ രാധാലക്ഷ്മി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങള് സപ്പോർട്ട് ചെയ്തൊന്നുമില്ല. പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ പരോക്ഷമായിട്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. എന്നാ നമുക്ക് ഇവിടെ ചോറേ വെക്കണ്ടെന്ന് ചോദിക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെ തന്നെ പറഞ്ഞത്. ഞങ്ങൾ 4 പേരും കേട്ടതാ, അങ്ങനെ തന്നെ പറഞ്ഞു. പറഞ്ഞാ മനസ്സിലാകാത്തതിനോടൊക്കെ ഞാൻ എന്നാ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാ? നിങ്ങക്ക് ഇഷ്ടമുള്ളവരൊക്കെ അങ്ങ് ചെയ്. വന്ന് കയറിയവർക്ക് ഭക്ഷണം കൊടുത്തു, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞത് എവിടെ പോവാ? ഞാൻ പോവാ. ഇച്ചിരി അവിയലിന് അരിഞ്ഞു തന്നിട്ട് പോവും. അയ്യ, തന്നെത്താനും കൂടെ ചെയ്തോണ്ടാ മതി. വേലക്കള്ളി പണി എടുക്കാതിരിക്കാനുള്ള അവിടെ അടവ് കണ്ടോ? അപ്പച്ചെ പോലെ തന്നെ ഓടിയിരുന്നു. ചിരിക്കാതെ ചുമ്മാ അല്ലേ, ഞാൻ മുത്തിനെ വെറുതെ ഇങ്ങനെ പറയുന്നതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.